അങ്ങനെ ശ്രീകാന്തിനെയും കൂട്ടി സച്ചി വർഷയുടെ വീട്ടിലോട്ട് വരികയാണ്. വർഷയുടെ വീട്ടിലോട്ട് വന്നിട്ട് ആദ്യം തന്നെ വർഷയുടെ അച്ഛന് കവിളിലൊരു അടി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭാര്യ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. എന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, ഇയാൾ എൻ്റെ അനിയനെ വിട്ട് അടുപ്പിക്കാൻ വേണ്ടി ഇരുന്നു. അത് എൻ്റെ അച്ഛൻ്റെ കൂടെ ഉള്ള വൈരാഗ്യം കാരണമാണ് ഇങ്ങനെ ചെയ്തത്. ആര് പറഞ്ഞു നിൻ്റെ അച്ഛൻ്റെ അയാളെ കാര്യം പോലും ഞാനിതിൽ ഉദ്ദേശിക്കുന്നില്ല. നിൻ്റെ അച്ഛനെ ഞാനല്ല ഇത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. എൻ്റെ മകളുടെ പുറകിൽ നിൻ്റെ അനിയൻ നടക്കുന്നുണ്ട്. അവൻ ഈ ലോകം മൊത്തം അവളെ കൊണ്ട് ചുറ്റിക്കുന്നുണ്ട്. പല പ്രാവശ്യം ഞാൻ അവന് വാണിംഗ് കൊടുത്തിട്ടും അവൻ അനുസരിക്കാതെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ആളെ വിട്ട് തല്ലിച്ചത്. അതിനെന്താ കുറ്റമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കുന്നു, ഇവർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ചേട്ടാ അതെ എന്നിങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് ഉത്തരം ഒന്നും പറയുന്നില്ല. പറയാത്തത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി ഇവിടെ മോശക്കാരനാവില്ലേ, അതുകൊണ്ട് ശ്രീകാന്ത് ഒന്നും വേണ്ടുന്നില്ല. അപ്പോഴത്തേക്കും വർഷയുടെ അമ്മ പറയുന്നുണ്ട്, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇവനോട് എൻ്റെ മകളുമായിട്ട് കൂടരുത്, അവളെ ഒരിടത്തും കൊണ്ടുപോകരുത്, അവളെ ഇത് വിട്ടേക്കണമെന്ന് പറഞ്ഞപ്പം ഈ നിൻ്റെ അനിയൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അല്ലാതെ നിൻ്റെ അച്ഛനോടുള്ള വൈരാഗ്യമോ പ്രതിഷേധമോ പ്രതികാരമോ ഒന്നുമല്ല ഞാൻ ആളെ വിട്ടവനെ തല്ലിച്ചത്. ഇവൻ ഇനി ചെയ്യുകയാണെങ്കിൽ ഇനിയും ഇതിനപ്പുറമായിരിക്കും ഞാൻ ചെയ്യുന്നത്. എൻ്റെ മകളുടെ വഴിക്ക് വിടുക. ഞാൻ നേരത്തെ നിൻ്റെ അച്ഛനോട് വാണിംഗ് കൊടുത്തു എൻ്റെ മകളുടെ പിന്നാലെ നടക്കരുതെന്ന്. അങ്ങനെ സച്ചി പുറത്തിറങ്ങി വരുന്നുണ്ട്. പുറത്തിറങ്ങി വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട്, എടാ അവർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമെന്ന് വെച്ചാൽ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് ചേട്ടാ ഞാനും അവളും നല്ല ഫ്രണ്ടാണ്, നിനക്ക് ഫ്രണ്ടായിട്ട് വിളിക്കുക ഇവളെ മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ലേ. നമ്മുടെ അച്ഛനെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ വെച്ച് ഇയാൾ ചെയ്ത കാര്യങ്ങളും അപമാനിച്ച കാര്യങ്ങളൊക്കെ നീ മറന്നു പോയാൽ അത് ചേട്ടാ വേറെ ഒന്നുമില്ല, നല്ല ഫ്രണ്ട്ഷിപ്പ്. ഇനി ഇതിൻ്റെ പുറകെ നീ നടക്കുകയാണെങ്കിൽ അയാളല്ല ആളെ വിട്ട് തല്ലിക്കുന്നത്, ഞാനായിരിക്കും നിൻ്റെ കാലിനെയും കൈയിനെ അടിച്ചൊടിച്ചിടുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സമയം നമ്മുടെ ശ്രുതി ജോലിക്ക് പോകാൻ വേണ്ടി കണ്ണാടിയുടെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. മനസ്സിൽ പറയുന്നുണ്ട്, ഞാനിവിടുന്ന് ജോലിക്കൊന്നും പറഞ്ഞുകൊണ്ട് പോകുന്നത് പാർക്കിലാണ്, ഇവിടെ ഉള്ളവർക്കൊന്നും അറിയില്ല, ഇനി എന്ത് ചെയ്യുമോ ആവുമോ എന്ന് പറയാം. അപ്പോഴത്തേക്കും ശ്രുതി വന്ന് പറയുന്നുണ്ട്, നമുക്ക് ഹണിമൂൺ ട്രിപ്പിന് പോകാൻ വേണ്ടി മേഡം ഒരു ഇത് തന്നിട്ടുണ്ട്, മേഡമാണ് ബാക്കി ചിലവെല്ലാം ചെയ്യുന്നത്, നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി, അത് എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അവിടെ നിന്ന് ലീവ് കിട്ടുമെന്നൊന്നും അറിയില്ല, അത് നമുക്ക് ചോദിച്ചു നോക്കാം, ചോദിച്ചിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം. പക്ഷേ ശ്രുതിയുടെ കയ്യിൽ ഒരു 5 പൈസ പോലും ഇല്ല. അപ്പോൾ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടാക്കേണ്ട പൈസ ഞാൻ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിച്ച് ശ്രുതി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ശ്രുതി ജോലിക്ക് പോകുന്നത് പാർക്കിലേക്കാണ് കേട്ടോ. അത് അമ്മയ്ക്കും മോനും മാത്രമല്ലാതെ വേറെ ആർക്കും അറിയില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നേരത്തെ ജോലി ചെയ്ത ഓഫീസിൽ പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നേരത്തെ ഉള്ള ശമ്പളം ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് വഴക്ക് പറഞ്ഞ് വിടുകയാണ്, ഇനി ഇവിടെ ഇങ്ങോട്ട് വരാൻ പാടില്ല, നീ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ നിനക്ക് ജോലി തരില്ല, നിനക്ക് ശമ്പളം വാങ്ങിവിടുക. അങ്ങനെ അവിടുത്തെ പ്രതീക്ഷയും കളഞ്ഞിട്ടാണ് നമ്മുടെ ശ്രുതി തിരിച്ചു വരുന്നത്. ഈ സമയം നമ്മുടെ വർഷയാണെങ്കിൽ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് ശ്രീകാന്ത് ഫോൺ അറ്റൻഡ് ചെയ്യുന്നതേ ഇല്ല, കട്ട് ചെയ്ത് വിടുന്നുണ്ട്. എന്നുവെച്ചാൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മേലാൽ ഇനി അവളെ വിളിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അവളുമായിട്ട് ഏതൊരു കണക്ഷനും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് വർഷ വിളിക്കുന്ന കോളിനെ അറ്റൻഡ് ചെയ്യുന്നില്ല, അത് അങ്ങ് വേണ്ടെന്ന് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കഥകളൊക്കെ നല്ല അടിപൊളി രസത്തിലോട്ട് വരികയാണ്. പിന്നെ ഇന്ന് രേവതിയൊന്നും കാണിക്കുന്ന ഭാഗമായിട്ടും കാണിക്കുന്നില്ല. അങ്ങനെ ശ്രീകാന്ത് ആ ഫോണിനെ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നുവെച്ചാൽ ചേട്ടൻ പറഞ്ഞതിന് അതിനെതിരായിട്ട് ചെയ്യേണ്ട, ചേട്ടൻ എനിക്ക് ദേഷ്യം വരും, ചേട്ടൻ എനിക്ക് നല്ല വഴക്ക് തരുകയും ചെയ്യും, അടിയും തരും, എൻ്റെ കാലിനും കൈയിനെ അടിച്ചൊടിക്കുമെന്നാണ് പറയുന്നത് വർഷമായിട്ടുള്ള ബന്ധത്തിലോട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അങ്ങനെ പിന്മാറുകയാണ്. പിന്നെയെന്ന് പറയുന്നത്, ഇനി ചന്ദ്രമതി കൊണ്ടുവച്ചേക്കുന്ന പൈസയിൽ കണ്ണ് വേറെ ആരുമല്ല, നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. ശ്രുതിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേറെ കയ്യിൽ ഒരു കാശും ഇല്ലാത്തതുകൊണ്ട് ഇതിനി അലമാരയിൽ വെച്ചേക്കുന്ന 1,00,000 രൂപ അടിച്ച് മാറ്റാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ശ്രുതി തിരിച്ച് വരുന്നത്. ശ്രുതിക്ക് പറയാനും പറ്റില്ല, ഞാൻ ജോലിക്കല്ല പോകുന്നത്, ഞാൻ പാർക്കിലേക്കാണ് പോകുന്നത്, എൻ്റെ ജോലി നഷ്ടപ്പെട്ടെന്നുള്ള കാര്യം വീട്ടിൽ പറഞ്ഞാൽ ഇനി ശ്രുതി എന്ത് ചെയ്യും, എന്ത് വിചാരിക്കും, ശ്രുതി എന്നോട് പിണങ്ങി പോകുമോ എന്നുള്ളതൊക്കെ ചിന്തകളാണ്
നമ്മുടെ ശ്രുതിക്കുള്ളത്. അതുകൊണ്ട് ശ്രുതി ഈ കാര്യമൊന്നും പുറത്ത് പറയുന്നതുമില്ല. വരണടുത്ത് വെച്ച് വരട്ടെ എന്നുള്ള കാര്യത്തിലേക്കാണ് ശ്രുതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.